എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ജയന്റ് പന്നിയായിരിക്കും കാണിക്കുക. അതാണെങ്കിൽ അതിന്റെ കുഞ്ഞിനെ തേടി ആ ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് ആ ഗ്രാമമാണെങ്കിൽ മുഴുവനായിട്ടും ഉഴുതു മറിക്കുകയാണ്. അതിന്റെ അറ്റാക്കിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. ജനങ്ങളെല്ലാവരും പാനിക്കായി ഭാഗത്തേക്ക് ഉഷാറായിട്ട് ഓടും. അതേസമയം കാട്ടിലാണെങ്കിൽ നമ്മുടെ സൊറു ആന്റി അവളാണെങ്കിൽ ആ പന്നിയെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ആ ജയന്റ് പന്നിക്കാണെങ്കിൽ അതിന്റെ കുഞ്ഞിന്റെ സ്മെല്ല് അത് സൊറുവിൽ നിന്ന് കിട്ടും. സൊറുവിന്റെ കയ്യിലൂടെ അതിന്റെ കുഞ്ഞ് പാസ് ചെയ്ത് പോയത് മനസ്സിലാക്കിയ ആ ജയന്റ് പന്നി അങ്ങനെ ടെററായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. സുറുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാവരും ആയിട്ട് ചാടി ഓടും. സുറുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ പന്നി അങ്ങനെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കടിച്ചു പറിക്കാനായിട്ട് അവളുടെ നേർക്ക് വരും. കട്ട് ചെയ്ത ഓടനാണെങ്കിൽ കിന്നിനോട് പറയും, നീ ഇനിയെങ്കിലും ഈ പന്നിക്കുട്ടിയെ എനിക്ക് തായോ. ഇത് കാണുന്നില്ലേ ഇതിന്റെ അമ്മ പന്നി അത് ഇവിടേക്ക് വന്ന് ഗ്രാമം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇതിനെ തിരികെ കൊടുത്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. പക്ഷെ കിന്നാണെങ്കിൽ അതിന് തയ്യാറാവില്ല. അവൻ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതിനെ സ്വന്തമാക്കിയത്. ഇതിനെ വിൽക്കുകയാണെങ്കിൽ ഒരു പ്ലാറ്റിനം കോയിൻ എനിക്ക് കിട്ടും. അതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും ആ ഒരു പ്ലാറ്റിനം കോയിൻ കൊണ്ട് എനിക്കൊരു വീട് തന്നെ വാങ്ങിക്കാൻ പറ്റും. അതെന്റെ വലിയൊരു ഡ്രീമാണ്. അപ്പാപ്പനും സോൾജേഴ്സിനും പിടികിട്ടും ആ ഒരു ജയന്റ് പന്നിയുടെ കുട്ടിയെ ആരോ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് അതിനെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോകും. ആ ജയന്റ് പന്നി അത് ഗ്രാമത്തിലേക്ക് എത്തി അവിടെയുള്ള വീടുകളെല്ലാം കടിച്ചു പറിച്ച് ചവിട്ടി അങ്ങനെ ഇല്ലാതാക്കി മുൻപോട്ടേക്ക് പോവാണ്. അറ്റാക്കിൽ പെട്ട് ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും. ബാക്കിയുള്ളവരാണെങ്കിൽ ജീവനം കൊണ്ട് ഓടുകയാണ്. അപ്പാപ്പൻ ആളുടെ അസിസ്റ്റൻസിനെ വിളിച്ച് അവരോട് സജ്ജരാവാൻ പറയും. ഒരു ടീമിനോട് അവിടെയുള്ള ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുക്കും. മറ്റൊരു ടീമിനോട് അപ്പാപ്പൻ പറയും, നിങ്ങൾക്ക് ജീവിക്കാൻ, നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ലെങ്കിൽ എന്നോടൊപ്പം വരണം, നമുക്ക് അതിനെ നേരിട്ടേ പറ്റൂ, എന്ത് സംഭവിക്കാന്ന് പറഞ്ഞ് അപ്പാപ്പൻ അങ്ങനെ ടെററായി അതിന്റെ മുൻപിലേക്ക് പോകും. മറ്റൊരു ഭാഗത്താണെങ്കിൽ സുറുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ടുപേര് അവരാണെങ്കിൽ കിന്നിന്റെ അടുത്തേക്ക് ഓടി വന്ന് പറയും, എത്രയും വേഗം ഇതിനെ തിരികെ കൊടുക്കണം. ഞങ്ങൾ എല്ലാവരും ഈ ഒരു പന്നിയെ എടുത്തതുകൊണ്ട് തന്നെ അത് സ്മെല്ല് ചെയ്ത് നമ്മളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരെ ആ പന്നി അറ്റാക്ക് ചെയ്തു. സുന്ദരി ലേഡി സുറുവെ പോലും അത് വെറുതെ വിട്ടിട്ടില്ല. സോ നീ അതിനെ തിരികെ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവൻ അത് നഷ്ടമാവും. ആണെങ്കിൽ ആ ഒരു ന്യൂസ് കേട്ട് ഷോക്ക് ആവുകയാണ്. അവൻ ഒരിക്കലും സുറുവെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം സുറുവും തമ്മിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും അതൊക്കെ സോൾവ് ചെയ്യുന്നത് സുറുവാണ്. അവൻ എവിടെയെങ്കിലും മോഷണം നടത്തി പിടിക്കപ്പെട്ട് കഴിയുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യുക സുറു അവളുടെ കയ്യിലുള്ള പണം കൊടുത്താണ്. സോ അവനെ കൊണ്ട് സഹിക്കാനാവില്ല. അവൻ ആ കുഞ്ഞിപ്പന്നിയെ താഴെയിട്ട് അവളുടെ അടുത്തേക്ക് ഓടും. സുറുവിനാണെങ്കിൽ അവന് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവന് അവളെയും സുറു എപ്പോഴും അവനെ ഉപദേശിക്കും, നീ ഒരിക്കലും ഇങ്ങനെയാവാൻ പാടില്ല, നല്ല രീതിയിൽ ജോലി ചെയ്ത് ആ പണം കൊണ്ട് വേണം നീ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവൾ എപ്പോഴും അവനെ ഉപദേശിക്കാറുണ്ട്. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ആ ജയന്റ് പന്നിയുടെ തലയിലേക്ക് ചാടി കയറുകയാണ്. അതിനുശേഷം അതിനെ അച്ചറം പൊച്ചറ ആഞ്ഞു വെട്ടും. മര്യാദയ്ക്ക് എന്റെ സുറുവെ അവളെ തിരികെത്ത. ആ പന്നിക്കാണെങ്കിൽ കലിയിളകും. അതവനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. ജനങ്ങളെല്ലാം സുറുവിന്റെ പേര് വിളിച്ച് അലറിക്കരയും. പിന്നിനാണെങ്കിൽ വീണ്ടും വീണ്ടും സുറുവിന്റെ മുഖം അത് അവന്റെ മനസ്സിലേക്ക് വരികയാണ്. സത്യത്തിൽ ഞാൻ കാരണമാണ് സുറുവിനെ എനിക്ക് നഷ്ടമായത്. സുറു ഇല്ലാതായതിനു ശേഷം എനിക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല. സോ ഞാനും എന്നെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവനങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഓടൻ അവനാണെങ്കിൽ അവിടേക്ക് വന്ന് ആ കുഞ്ഞു പന്നിയെ ആ ജയന്റ് പന്നിക്ക് കാണിച്ചു കൊടുക്കും. ഉടനെ ചുറ്റുമുള്ളവരെല്ലാവരും ഷോക്കാവും. ഓ നോ, അപ്പൊ ഈ ഓടൻ ഇവനാണ് ഈ പന്നിയെ അടിച്ചു മാറ്റി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. ഓടനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ജയന്റ് പന്നിയോട് പറയും, നിന്റെ കുഞ്ഞിനെ ഞാൻ കശാപ്പ് ചെയ്ത് വേവിച്ച് തിന്നാൻ പോവാണ്. ജനങ്ങളാണെങ്കിൽ അത് കേട്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ജനങ്ങളാണെങ്കിൽ ഒരുപാട് കല്ലൊക്കെ ഓടന്റെ നേർക്ക് വലിച്ചെറിയാണ്. ആ കുഞ്ഞിനെ അതിനെ തിരിച്ചു കൊടുക്കാൻ അവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ഓടനാണെങ്കിൽ ഇപ്പൊ അവന്റെ 2 സ്ക്വാഡ് നീട്ടി ആ ജയന്റ് പന്നിയെ ആഞ്ഞു വെട്ടി 2 പീസാക്കി അങ്ങനെ താഴെ ഇടുകയാണ്. ചുന്ദരി ആന്റി ആണെങ്കിൽ ഇപ്പൊ അവിടുന്ന് സേഫായി പുറത്തേക്ക് വരും. അത് കണ്ട് കിന്നിന് ഭയങ്കര സന്തോഷം. ഇവിടെ ജനങ്ങളാണെങ്കിൽ ഉടനാണ് ആ കുഞ്ഞിപ്പന്നിയെ മോഷ്ടിച്ചതെന്ന് കരുതി അവനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. ഉടനെ കിന്ന് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഇത് ചെയ്തത് ഓടനല്ല, മറിച്ച് ഞാനാണ് എന്നവൻ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ഓടൻ എന്തോ ഒരു സാധനം വെച്ച് അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയാണ്. കിന്നിന്റെ കൺട്രോൾ പോയി അവൻ താഴേക്ക് വീഴും. ആ സമയം ഓടന് അവന്റെ പപ്പ ഷോഗൻ കൊടുത്ത ആ ലെറ്റർ കയ്യിൽ കിട്ടും. അവനത് വായിക്കും. എത്രയും വേഗം ഈ ഗ്രാമം വിട്ടു പോവുക, ഞാൻ നിന്റെ അച്ഛനല്ല എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. ഓടനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. വാവ്, ഇതിനു വേണ്ടിയാണ് ഇത്രയും കാലവും ഞാൻ വെയിറ്റ് ചെയ്തത്. എനിക്കിനി എൻ്റെ ഇഷ്ടത്തിന് കടലിലൂടെ സെയിൽ ചെയ്യാന്ന് പറഞ്ഞ് അവനങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഇവിടെ കിന്നിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര വിഷമം. അവനാണെങ്കിൽ പൊട്ടിക്കരയാണ്.
ഓടൻ അവൻ ഹാപ്പിയായി പുറത്തേക്ക് നടന്നു നീങ്ങും. അവന്റെ പിന്നാലെ കിന്നടക്കം അവനെ സ്നേഹിക്കുന്ന കുറച്ചു പേര് അവനെ ഫോളോ ചെയ്ത് പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പം നമ്മുടെ ഓടൻ അവനാണെങ്കിൽ അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ പോവാൻ തയ്യാറാവുകയാണ്. അവൻ അധികം മുൻപിലേക്ക് നടന്നു നീങ്ങും. അടുത്ത നിമിഷം അവന്റെ ഒരു പുതിയ സർവന്റ് അവിടെ ഉണ്ടായിരുന്ന ചെളിവെള്ളത്തിൽ ഓടൻ ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് വന്ന് അടിച്ചു വീഴുകയാണ്. അങ്ങനെ വീണ ആ ഒരു സർവന്റ് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചി. സോ ഇങ്ങനെയാണ് ഒറോച്ചി ആ ഒരു ഐലാൻഡിൽ കയറി പറ്റിയതും ഇപ്പോൾ കിങ്ങായി മാറിയതും. ഒറോച്ചി ആണെങ്കിൽ വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് വല്ലാത്ത വിനയമൊക്കെ കാണിച്ച് അങ്ങനെ തൊഴുതു നിൽക്കും. ഓടനാണെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഓടൻ്റെ ഒരു ഫ്രണ്ട് അഷുറ ടോജിയെ കുറിച്ച് പറയാ. നമ്മുടെ ഐലാൻഡിലെ ഒരു പ്രത്യേക ഗ്രാമത്തിൽ അഷുറ ടോജി എന്ന് പറയുന്ന ഒരു ഭീകരനുണ്ട്. അവൻ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും തട്ടിക്കൊണ്ടു പോവുകയും ആ ഗ്രാമത്തിലുള്ളവരെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയാണെന്ന് പറയും. ഓടനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. അവന്റെ കിണ്ടത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമമുള്ള കാര്യം അവൻ ഇപ്പോഴാണ് അറിയുന്നത്. ആ കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് വാനോ കിൻഡം അതൊരു റൗണ്ട് അങ്ങനെ റൗണ്ട് ചെയ്യാനായിട്ട് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത യാസുകയാണെങ്കിൽ ഇപ്പൊ തിരികെ ആളുടെ ഭവനത്തിലേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ വീടാകെ തകർന്ന് കിടക്കുകയാണ്. അവരിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സ്, പണവും അതൊന്നും തന്നെ കാണാനില്ല. അത് കണ്ട ഒറോച്ചി അവൻ നൈസായിട്ട് അവിടേക്ക് കടന്നു വന്ന് യാസുകയോട് പറയും, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ആക്ച്വലി അതിലുള്ള പണം എടുത്തത് അത് സാക്ഷാൽ ഓടനാണ്. അവൻ പണം എടുത്ത് ബാഗിലാക്കുന്നത് അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സംശയം തോന്നും. കാരണം ഓടൻ ഒരിക്കലും ഇത്തരത്തിൽ ഒളിഞ്ഞും മറഞ്ഞും കാര്യങ്ങൾ ചെയ്യാറില്ല. അവൻ പണം വേണമെങ്കിൽ അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവനത് ചെയ്യും. സോ അവനാണെങ്കിൽ ഇപ്പോൾ ഒറോച്ചിയോട് തറപ്പിച്ച് ചോദിക്കും. അതിന് ഒറോച്ചിയാണെങ്കിൽ അടിച്ചു പറയും, സത്യത്തിൽ ഞാൻ കണ്ടതാണ്, ആളാണ് ആ പണം മോഷ്ടിച്ചതെന്ന് പറയും. അതേസമയം ഇവിടെ ഓടനാണെങ്കിൽ ആ കുറി ഗ്രാമം അത് ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് പോവാണ്. അവന്റെ തൊട്ടു പിന്നാലെ രണ്ടുപേര് അവനെ ഫോളോ ചെയ്ത് അങ്ങനെ വരികയാണ്. ഓടനാണെങ്കിൽ ടെൻഷനാവും. കാരണം അവൻ ആരും തന്നെ അവനെ ഫോളോ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല. അവനാണെങ്കിൽ അവരെ കണ്ട് കൺട്രോൾ പോവാണ്. യു ഗൈസ് ആർ അൺബിലീവബിൾ. എന്നെ ഇനിയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് വിട്ടൂടെ, എനിക്ക് ഒറ്റയ്ക്ക് സെയിൽ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. അതിനവർ പറയും, ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങേ ഒറ്റയ്ക്ക് അയക്കില്ല, ഞങ്ങൾ രണ്ടുപേരും അങ്ങയുടെ ബ്ലാക്ക് കാറ്റ്സ് ആണ്, അങ്ങ് എവിടെയൊക്കെ പോയാലും ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യും. അവർ 3 പേരും അല്പദൂരം മുൻപോട്ടേക്ക് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്യാണ്. ഓടനാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ആൾതാമസം ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് കയറി നിൽക്കും. പക്ഷെ അവർ രണ്ടുപേരും അപ്പോഴും പെരുമഴയത്ത് നിൽക്കുകയാണ്. ഓടനാണെങ്കിൽ അവർ രണ്ടുപേരെയും അവന്റെ അരികിലേക്ക് വിളിക്കും. അതിനവർ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾ അങ്ങയുടെ സോൾജിയേഴ്സ് ആണ്. ഓടനാണെങ്കിൽ അവന്റെ ഓരോ ദിവസത്തെ എക്സ്പീരിയൻസ് അത് അവന്റെ ഡയറിയിൽ അങ്ങനെ കുറിച്ചു വെക്കും. അവന്റെ യാത്ര അത് അവൻ തുടർന്നു കൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു ഡാൻസേഴ്സിന്റെ 2 മക്കളെ ഓടൻ വഴിയിൽ വെച്ച് കാണാനിടയാവുക. അവർ രണ്ടുപേരും വീടാന്തരം കയറി ഡാൻസ് ഒക്കെ കളിച്ച് പൈസ ചോദിക്കും. പക്ഷേ ആരും തന്നെ അവരെ മൈൻഡ് ചെയ്യാനോ അവർക്ക് പണം കൊടുക്കാനോ തയ്യാറാവില്ല. വേറെ വഴിയില്ലാതെ അവരും ഓടനോടൊപ്പം കൂടുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഓടന്റെ ഡിസ്റ്റൻസിന്റെ എണ്ണം അതങ്ങനെ കൂടി വരും. ഓടനാണെങ്കിൽ കൺട്രോൾ പോവും. അവൻ ആഗ്രഹിച്ചത് ഒരു സോളോ ട്രാവലാണ്. പക്ഷേ ഇപ്പം അത് ഒരു ഗ്രൂപ്പ് ട്രാവലായി മാറിയിരിക്കുകയാണ്. ഓടനാണെങ്കിൽ വേറെ വഴിയില്ല. അവനാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അവരെ കൂടെ കൂട്ടുകയാണ്. ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവർക്കിപ്പോൾ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ദിവസവും നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. കട്ട് ചെയ്ത മറ്റൊരു ഗ്രാമത്തിൽ ഒരാള് അവനാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ പോയി അവളെ പിടിച്ചു വലിച്ച് അവളുടെ ഹെയർ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവന്റെ സ്ഥിരം ജോലി അതിതാണ്. ഗ്രാമത്തിലുള്ള പെൺകുട്ടികളുടെ എല്ലാം തന്നെ ഹെയർ അത് നിർബന്ധപൂർവ്വം കട്ട് ചെയ്തെടുത്ത് അത് വിൽക്കും. അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്. അവൻ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കാഞ്ചിറോ. അവനും അങ്ങനെ ടീമിനെ കണ്ടുമുട്ടി ഇപ്പൊ അവനോടൊപ്പം കൂടുകയാണ്. ഓടനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. പക്ഷെ വേറെ വഴിയില്ലാതെ അവൻ മുൻപോട്ടേക്ക് പോകും. ഓടനാൻ ടീമാണെങ്കിൽ ഇപ്പൊ ഉഡോൺ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. അതൊരു ടെറർ വില്ലേജ് ആണ്. അവിടെയുള്ള ലേഡീസിനെ ചില പ്രത്യേക കൂട്ടങ്ങൾ അറ്റാക്ക് ചെയ്ത് സെയിൽ ചെയ്യും. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കയ്യിലുള്ള പണവും സ്വത്തുക്കളും എല്ലാം തന്നെ ഒരു കൂട്ടം ആൾക്കാർ തട്ടിയെടുക്കും. അങ്ങനെ അവർ ആ ഗ്രാമത്തിലൂടെ നടന്നു വരുമ്പോഴായിരിക്കും റൈസോ അവർക്ക് മുൻപിലേക്ക് ചാടി വീഴുക. അവനും ഇപ്പോൾ നമ്മുടെ ഓടന്റെ ടീമിൽ ചേരുകയാണ്. കട്ട് ചെയ്ത ആഷുറ ടോജിയെ കാണിക്കും. അവനാണെങ്കിൽ ഒരു പാമ്പിനെയൊക്കെ വെട്ടി അതിന്റെ ചോര കുടിക്കുകയാണ്. ഒന്നും തന്നെ ഫോളോ ചെയ്യാത്ത ഒരു ഗ്രാമത്തിലാണ് അഷുറ ടോജി ഉള്ളത്. അവന്റെ കൺട്രോളിലാണ് ഇപ്പോൾ ആ ഒരു ഗ്രാമം. അവനാണെങ്കിൽ ഇപ്പോൾ ഓടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓടനെ കൊല്ലാനായിട്ട് അവൻ തയ്യാറായി കഴിഞ്ഞു. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഓടന്റെ കൂടെ ഉണ്ടായിരുന്നവര് തനിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിലൊരുത്തം പറയും, ഓടൻ ആ സൗത്ത് സൈഡിലേക്ക് പോയിരിക്കുകയാണ്, എത്രയും വേഗം ആള് തിരികെ എത്തും. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും ഷോക്കാവും. അഷുറ ടോജിയുള്ള ആ ഒരു ഗ്രാമം അത് സൗത്ത് സൈഡിലാണ്. സോ ഇവരെ എല്ലാവരെയും സേഫായി ഇവിടെ ഇരുത്തി ഞാൻ ഒറ്റയ്ക്ക് അവിടേക്ക് പോയി ഇപ്പോൾ ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്.
അടുത്ത നിമിഷം അവർ ഉഷാറായിട്ട് ആ സൗത്ത് സൈഡിലേക്ക് ഓടും. അതേസമയം ഇവിടെ ഓടാൻ അവനാണെങ്കിൽ ആ ജയന്റ് ഗേറ്റ് അങ്ങനെ വെട്ടി ആ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗ്രാമത്തിലുള്ളവർ ഇല്ലാതാക്കാനായിട്ട് വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കും. പ്രധാനമായിട്ടും ആ അഷുറ ടോജി. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.